ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെല്ലാം ഒരുപാട് തിരുനാളുകൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് കേട്ട ഒരു തിരുനാൾ പ്രസംഗം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. വിശുദ്ധനായ സെബസ്ത്യാനോസിനെ കുറിച്ചാണ് കാർമികൻ വിവരിക്കുന്നത്. വൈദികൻ ഒരുപാട് ആ വിശുദ്ധനെ കുറിച്ച് പറയുന്നുണ്ട്. അവസാനം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം, ഈ പ്രസംഗത്തിനൊക്കെ ശേഷം സംഗീതത്തിലേക്ക് മടങ്ങി വരുന്ന വൈദികൻ്റെ അടുത്തേക്ക് ഒരു അൾത്താരപാലൻ ഒരു ചോദ്യമായിട്ട് വരികയാണ്. അച്ഛാ, എങ്ങനെയാണ് വിശുദ്ധനായ സെബസ്ത്യാനോസ് മരിച്ചത്? എങ്ങനെയാണ് ഈ വിശുദ്ധൻ രക്തസാക്ഷിയായിട്ട് മാറിയത്? അപ്പോൾ ഈ അച്ഛൻ കൃത്യമായിട്ടൊരു ഉത്തരം ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. പ്രിയമകനെ, ഈ വിശുദ്ധൻ മരിച്ചത് ഗത കൊണ്ട് അടി കിട്ടിയിട്ടാ. അപ്പോൾ എടുത്ത വഴിക്ക് ഈ കുഞ്ഞ് ഈ വൈദികനോട് ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് അച്ഛാ നമ്മൾ ഈ അമ്പ് എഴുന്നള്ളിച്ച് വെക്കുന്നത്? നമ്മൾ അമ്പ് എന്തിനാ വണങ്ങുന്നത്? അപ്പോൾ അച്ഛൻ ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഉത്തരം നൽകാനായിട്ട് ഒരുപാട് മടി കാണിച്ചു. അതൊക്കെ അസ്വസ്ഥനായിട്ട് ആ സംഗീതത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ ഈ വൈദികൻ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഈ വൈദികൻ തൻ്റെ അനുഭവത്തിലൂടെ കൃത്യമായിട്ട് അത് പറയാം. ദിവസങ്ങൾക്ക് ശേഷം പലരോടും ചോദിച്ചു, ഉത്തരമൊന്നും കിട്ടിയില്ല. അവസാനം വിശുദ്ധ കുർബാനയിലൂടെ ഇദ്ദേഹത്തിന് നല്ലൊരു ഉത്തരം കിട്ടുക. അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇങ്ങനെയായിരുന്നു: സഹിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, സഹിച്ച് മരിക്കാനല്ല. സഹിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, സഹിച്ച് മരിക്കാനല്ല. ഈ വിശുദ്ധനായ സെബസ്ത്യാനോസ് മരിക്കാനായിട്ട് എല്ലാവിധ ചാൻസ് ഉണ്ടായിരുന്ന ഒരു സമയം, അമ്പെയ്ത് മരത്തിൽ തൂക്കപ്പെട്ട സമയം. ഈ സമയത്ത് ഏറ്റവും തീഷ്ണതയോടുകൂടെ വീണ്ടും ആ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ടുള്ള തീഷ്ണതയാണ് ഈ വിശുദ്ധനെ കൂടുതലായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സഹിച്ച് മരിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് സഹിച്ച് ജീവിക്കാനായിട്ട് ഈ വിശുദ്ധ നമുക്ക് കാണിച്ചു തരുമ്പോൾ, വിശുദ്ധ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവും നമുക്ക് കാണിച്ചത് തന്നെയാണ്. മരിക്കാനായിട്ട് എളുപ്പമാണ്, പക്ഷേ സഹിച്ച് മരിക്കാനായിട്ടും സഹിച്ച് ജീവിക്കാനായിട്ടും അത്ര എളുപ്പമല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സഹനങ്ങളെ ഏറ്റവും പ്രതീക്ഷയോടുകൂടെ ഏറ്റെടുക്കാൻ നമുക്ക് തയ്യാറാകാം. ലഭിക്കുന്ന ചെറിയ ചെറിയ വേദനകളെല്ലാം പരാതിയും പരിഭവങ്ങളില്ലാതെ ഏറ്റവും പ്രതീക്ഷയോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.